कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं। सदाशिवसमारम्भां വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. നമസ്കാരം. ഞാൻ ഈ ശ്രീരാമക്ഷേത്രത്തിലെ തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരി. ഒരു ക്ഷേത്രം നമുക്ക് പൂർവികർ സ്ഥാപിച്ച് തന്നിട്ടുള്ളത് ഒരുപാട് സതുദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശം ഒരു ഗ്രാമത്തിൻ്റെ ഐശ്വര്യം, അതുവഴി ലോക നന്മ ഉദ്ദേശിച്ചിട്ടാണ് പൂർവികർ ക്ഷേത്രങ്ങൾ നമുക്ക് സ്ഥാപിച്ച് തരണത്. ഇവിടെ പ്രധാനപ്പെട്ട ശ്രീരാമൻ, വിഷ്ണു, ഹനുമാൻ തുടങ്ങിയിട്ടുള്ള 4-5 പ്രതിഷ്ഠകളുണ്ട്. രാമായണത്തിലെ പ്രധാന കഥാപാത്രം ശ്രീരാമനാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാൽമീകി രാമനെ പ്രതിപാദിച്ചിട്ടുള്ളത്. ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് രാമൻ. രാമൻ എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നവത രാക്ഷസാന്തകം. എവിടെയൊക്കെ ശ്രീരാമൻ്റെ നാമമുണ്ടോ അവിടെയൊക്കെ ഇനി പ്രതിഷ്ഠിച്ചാലും ഇല്ലെങ്കിലും ഹനുമൽ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇവിടെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ശ്രീരാമൻ്റെ മുമ്പിൽ തന്നെ അഭിമുഖമായിട്ട് ഹനുമാനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ആനുകാലിക ജീവിതത്തിൽ നമ്മൾ ആചാര്യന്മാരൊക്കെ പറയണ പോലെ പറയുകയാണെങ്കിൽ അവർ പറയണത് ശ്രീരാമനാവുന്ന ശരീരത്തിൽ ആത്മാവാവുന്ന സീതയെ, അതായത് ഈ ലോകത്തിൽ കാണുന്ന മായ പോലെയുള്ള സംഭവങ്ങളാണ് രാവണൻ എന്നും, ആത്മാവാവുന്ന സീതയെ അല്ലെങ്കിൽ ജീവനാവുന്ന സീതയെ അപഹരിക്കാൻ രാവണൻ ശ്രമിക്കുമ്പോൾ അതിനെ ശ്രീരാമനിൽ തിരിച്ചേൽപ്പിക്കുന്ന ഒരു ഈശ്വരീയ ശക്തിയാണ് ഹനുമാൻ. അങ്ങനെയാണ് ഇതിൻ്റെ യുക്തിപൂർവമായിട്ടുള്ള അവസ്ഥ. ഇവിടെ സംബന്ധിച്ച് ശ്രീരാമനെ ആരാധിക്കുന്നതോടുകൂടി ശ്രീരാമൻ, ഹനുമാൻ, ഭഗവതി തുടങ്ങിയിട്ടുള്ള എല്ലാ ആരാധനാമൂർത്തികളും ഉള്ളതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ആരാധിച്ച എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ലഭിക്കും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത. ഹരി ഓം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സജ്ജനങ്ങളെ, പാലക്കാട് കുളപ്പുള്ളി ദേശീയപാതയുടെ സമീപത്തായി എടത്തറ ദേശത്തെ ക്ഷേത്ര സമുച്ചയ ഗ്രാമം എന്ന് വിശേഷിപ്പിക്കാവുന്ന എടത്തറ ഗ്രാമത്തിൽ സിദ്ധിവിനായക ക്ഷേത്രത്തിന് സമീപമായിട്ടാണ് നമ്മുടെ എടത്തറ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്ര സമുച്ചയം പാലക്കാട് ജില്ലയിലെ പ്രമുഖ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശ്രീരാമൻ്റെ പാദുകങ്ങളാണ് ഇവിടെ മുഖ്യമായി ആരാധിക്കപ്പെട്ടു വരുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ സ്വരൂപത്തിലുള്ള പ്രതിഷ്ഠ, അതിൽ നിന്നുമുള്ള അവതാരമൂർത്തിയായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ പാദുകങ്ങൾ, ഒപ്പം തന്നെ ശ്രീരാമദാസനായ ഹനുമൽ പാദരുടെ പ്രതിഷ്ഠ, കൂടാതെ സപരിവാരമായിട്ട് ഉപദേവതകൾ ദുർഗയായും ഗണപതി, കിരാതശിവൻ, നാഗങ്ങൾ, ബ്രഹ്മരക്ഷസ്, സ്ഥലപ്പര ദേവതകൾ, ശ്രീരാമനുമായി ബന്ധപ്പെട്ട ദേവതകളുടെ ഒരു സമന്വയമാണ് ഈ ശ്രീരാമക്ഷേത്രം. ശ്രീരാമനവമിക്ക് ആഘോഷങ്ങളുണ്ടാവും. കുംഭമാസത്തിലെ ഉത്തരനക്ഷത്ര ദിവസം പ്രതിഷ്ഠാദിനമായി ഇവിടെ ആചരിച്ചു വരുന്നു. കേരളത്തിലെ പ്രമുഖ തന്ത്രി കുടുംബമായ പട്ടാമ്പി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് ഇവിടെ തന്ത്രി. വളരെ വർഷങ്ങളായി ഭഗവാനെ നിത്യ നിവേദ്യാദികളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ശ്രീ മോഹനൻ എമ്പ്രാന്തിരിയും ഇവിടെ ചൈതന്യം നിലനിർത്തി വരുന്നു. എടത്തറ ദേശത്തെ സംബന്ധിച്ചിടത്തോളം 1/2 ഡസനിലോളം ക്ഷേത്രങ്ങളുടെ കേന്ദ്രമായിട്ടാണ് നമ്മുടെ ശ്രീരാമക്ഷേത്രം വരുന്നത്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരായണങ്ങൾ, അമ്മമാര് എല്ലാവരും ഒത്തുകൂടുകയും ശ്രീമൽ നാരായണീയം, ഭാഗവതം, സഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കർക്കിടക മാസത്തിലെ സവിശേഷമായിട്ടുള്ള ആധ്യാത്മരാമായണത്തിന്റെ പാരായണങ്ങൾ ഇവിടെ നടക്കാറുണ്ട്.
കലിയുഗത്തിൽ സകല ദോഷങ്ങളും അകന്ന് സകുടുംബം ആരോഗ്യ അഭിവൃദ്ധി സിദ്ധികൾ ഉണ്ടാവാൻ ശ്രീരാമക്ഷേത്രത്തിലെ ആരാധന സഹായിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് സമർപ്പിക്കുകയാണ്. എടത്തറയിൽ ഇങ്ങനെ ഒരു അമ്പലമുള്ളത് കാരണം എല്ലാവർക്കും തൊഴുവാനും എല്ലാ ഭഗവാന്മാരെ കാണാനും രാവിലെ വന്ന് തൊഴുകുന്നതിലൊരു സമാധാനം നമുക്ക് കിട്ടുന്നുണ്ട്. ആഞ്ജനേയ സ്വാമിയും ശ്രീരാമസ്വാമിയും ദേവിയും എല്ലാവരും ഉള്ളത് കാരണം രാവിലെ വന്ന് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ദിവസം പോകുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷനാണ് ഇവിടെ വരുമ്പോൾ. എല്ലാ പ്രതിഷ്ഠയുണ്ട് ഇവിടെ. ഹനുമാൻ സ്വാമി, ശ്രീരാമൻ, മഹാവിഷ്ണു, ഗണപതി എല്ലാവരും ഉണ്ട്. രാവിലെ വന്ന് തൊഴുതു പോകുമ്പോൾ മനസ്സിനൊരു നല്ല ശാന്തിയാണ്. ഭഗവാന്റെ വളരെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലമാണ് ഇവിടെ. പണ്ട് കാലം മുതലേ ഒരു കുടുംബം പരിപാലിച്ചു വരുന്നൊരു ക്ഷേത്രമാണ്. മുമ്പ് കാലത്ത് കൂടുതൽ ആളുകളൊന്നും എനിക്ക് വന്ന് തൊഴുന്നതായിട്ട് കണ്ടിട്ടില്ല. തനതായ ആ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് പരിപാലിച്ചു പോകുന്നുണ്ട്. പൂജാതി കർമ്മങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ച് വളരെ ഓരോരോ ഉത്സവങ്ങളും അതുപോലെ തന്നെ വളരെ ഭംഗിയോടുകൂടി ഇവിടെ കൊണ്ടാടുന്നുണ്ട്. ശ്രീരാമൻ്റെ അമ്പലം എടത്തറയിലുള്ളത് അങ്ങനെ കാര്യമായിട്ട് ആൾക്കാരങ്ങോട്ട് അറിയുന്നില്ല. ഇവിടെ നടത്തുന്ന പരിപാടികളൊക്കെ ചെറിയ രീതിയിലാണ്. അതിന് കുറച്ചും കൂടി വളരെയധികം ഗംഭീരമായി നടത്താൻ ദൈവവും നാട്ടുകാരും സഹപ്രവർത്തകരും എല്ലാവരും നന്നായി അതിന് കനിയണം. ഓം മഹാദേവിയേ നമ. ഗുരുഭ്യോ നമ. ഗംഗണപതേ നമ. എടത്തറ അംശം ദേശം ശ്രീരാമക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള സ്ഥലപരദേവതകളുടെ ആരൂഢത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എടത്തറയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ സ്ഥലപരദേവത ആരൂഢമാണത്. ഇവിടെ നമ്മൾ ദേവപ്രശ്നം വിധിപ്രകാരം പൂർവികമായിട്ട് കൗളമാർഗത്തിൽ ആരാധിച്ചു വന്നിട്ടുള്ള ദേവിയും അനുചരന്മാരും നമ്മുടെ കല്ലടിക്കോടൻ മലയുടെ അടിവാരത്തിലുള്ള നീലി അനുചരന്മാരും എന്ന് പറയുന്ന ദൈവതങ്ങളുടെ സങ്കല്പത്തിലാണ് ഇവിടെ പൂർവികമായിട്ട് അതിന് അവകാശപ്പെട്ട ആളുകൾ ആരാധിച്ചു വന്നിട്ടുള്ളത്. പിന്നീട് ആ കുടുംബത്തിൽ അത് ആരാധന കൊണ്ടു നടത്താൻ സാധിക്കാത്തതുകൊണ്ട് രാശിവശാൽ കണ്ടത് പ്രകാരം ആ ചൈതന്യാദികളെ വലത് ഭാഗത്തെ വൈഷ്ണവമായിട്ടുള്ള ഗുരുവിനെയും ശൈവമായിട്ടുള്ള അനുചരന്മാരെയും ശക്തേയമായിട്ടുള്ള ദേവി ശൈവ വൈഷ്ണവ ശക്തേയമായിട്ട് ഈ പ്രതിഷ്ഠാവിധാനങ്ങളെയൊക്കെ തന്നെ പുനഃക്രമീകരിച്ചുകൊണ്ട് സാത്വികമായിട്ടുള്ള പൂജാക്രമങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ തുടർന്നു പോകുന്നത്. തെക്ക് ഭാഗത്ത് ഗുരു എന്നുള്ള സങ്കല്പത്തിലാണ് ഒരു വൈഷ്ണവ ശക്തി ഗുരു പരമ്പരകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആരാധനയാണ് ഗുരുവിൻ്റെ പീഠത്തിൽ ഉള്ളത്. വടക്ക് ഭാഗത്താണ് ഭഗവതിയെ കേന്ദ്രമാക്കിക്കൊണ്ട്, വലത് ഭാഗത്ത് കുട്ടിച്ചാത്തി വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ ഇടത് ഭാഗത്ത് ഘണ്ടാകർണാദി വിഭാഗത്തിൽപ്പെട്ടതുമായിട്ടുള്ള അനുചരന്മാരെ നമ്മൾ ആവാഹിച്ച്
പൂജിച്ച് അവർക്ക് വേണ്ട നിവേദ്യാദികളൊക്കെ കൊടുത്ത് സങ്കല്പിച്ച് തൃപ്തിപ്പെടുത്തുന്നത്. ഈ ഒരു ആരാധനാക്രമം ഒരു കാവ് സമ്പ്രദായം എന്നാണ് ഇതിനെ പറയുക. കാവുകളുടെ പഴയ രീതിയിലുള്ള മണ്ണിനോടും വെള്ളത്തോടും ആകാശത്തോടും ഭൂമിയോടും അഗ്നിയോടൊക്കെ ബന്ധപ്പെട്ട പഞ്ചഭൂതാത്മമായിട്ട് പെരകളില്ലാതെ മഴയും വെയിലും കൊള്ളുന്ന രീതിയിൽ പ്രകൃതിയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ആരാധനാക്രമം. അതിനൊരു എർത്ത് കൾട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ മണ്ണിൻ്റെ ദേവതകളാണ്, സ്ഥലപ്പര ദേവതകളാണ് അവർ. പ്രത്യേകിച്ച് തന്ത്രശാസ്ത്രപ്രകാരമുള്ള ആരാധനാക്രമങ്ങളല്ല അവിടെയുള്ളത്. മിക്കവാറും മന്ത്രങ്ങളൊക്കെ തന്നെ മലയാളത്തിലാണ്. ഗുരുവാണ് പ്രധാന കേന്ദ്രം. ഗുരു ആണ്, അത് കഴിഞ്ഞാൽ ഭഗവതിയാണ്. ഈ രണ്ടുപേരാണ് പ്രധാനമായിട്ടുള്ള കേന്ദ്രം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മധു മാംസാദികളൊക്കെ വെച്ചിട്ടുള്ള ആർപ്പുവിളികളോട് കൂടിയിട്ടുള്ള വലിയ പൂജാക്രമങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു മൺമറിഞ്ഞു പോയിട്ടുള്ള ഇവിടുത്തെ ഒരു പൂജാരി, അദ്ദേഹത്തിൻ്റെ പേര് ആണ്ടി എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആ ഒരു ആരൂഢത്തെ നമ്മൾ ശ്രീരാമക്ഷേത്രത്തിന് അനുബന്ധമായിട്ട് ഇവിടെ നിലനിർത്തി പ്രതിഷ്ഠാദിനം ദിവസം വൈകുന്നേരം ആരാധിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷ്ഠകൾ, പൂജകൾ, വിധാനങ്ങളൊക്കെ തന്നെ വളരെ സാത്വികമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ കാവസമ്പ്രദായത്തിൽ ഏറ്റവും ലളിതമായിട്ട് എന്നും ചെയ്യാവുന്ന രീതിയിലുള്ള ആരാധനാക്രമത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ സൽഫലങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള ഈ ദേശത്തുള്ള എല്ലാവർക്കും ദേവിയുടെയും അനുചരന്മാരുടെയും ഗുരുവിൻ്റെയും കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. മഹാദേവി നമഃ.